നമസ്കാരം. ഇറാനെതിരെ രൂക്ഷ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. ആണവായുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത ആക്രമണം അതിരൂക്ഷമായിരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതായത് ഇറാന് നൽകുന്ന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാർമർ ഓർമ്മിപ്പിച്ചായിരുന്നു ട്രംപിന്റെ ഈ ഭീഷണിയും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി സന്ദേശം എത്തിയതും. എന്നാൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ വ്യോമാക്രമണത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ നയിക്കുന്ന വലിയ നാവികപ്പട ഇറാന്റെ മേഖലയിലേക്ക് നീങ്ങുന്നുണ്ട്. ആവശ്യമെങ്കിൽ വളരെ വേഗത്തിലും ആക്രമണ സ്വഭാവത്തോടെയും ദൗത്യം നിറവേറ്റാൻ സന്നദ്ധരാണ് എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞതോടെ കരുത്തോടെ കൃത്യമായ വേഗതയിലാണ് സംഘം നീങ്ങുന്നത്. വെനസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽ പടയാണ് വെനസ്വേലയിൽ എന്ന പോലെ വേഗത്തിൽ ദൗത്യം പൂർത്തിയാക്കാൻ ഇതിന് കഴിയുമെന്നാണ് ട്രംപിന്റെ അവകാശവാദവും. അപ്പം US ഇറാൻ ബന്ധം അങ്ങേയറ്റം വഷളായ ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലേക്ക് US കപ്പലുകൾ എത്തിയതും ഇതിന് പിന്നാലെ പരസ്യ ഭീഷണിയുമായി രംഗത്ത് ട്രംപ് എത്തിയതുമെല്ലാം വിവാദങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ആണവായുധങ്ങൾ സംബന്ധിച്ചുള്ള ന്യായവും തുല്യമായ ഉടമ്പടി തയ്യാറാക്കുന്നതിനുമായി ഇറാൻ ഉടൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യവും. ഇറാൻ വൈകാതെ ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആണവായുധങ്ങൾ വേണ്ടെന്ന കരാറിനായി ചർച്ചകൾ ഉണ്ടാകുമെന്നും അതായിരിക്കും കക്ഷികൾക്ക് നല്ലത് എന്നതുമാണ് ട്രംപിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. സമയം വൈകുകയാണെന്നും സത്യത്തിൽ സമരമാണ് ഏറ്റവും പ്രധാനമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ ചർച്ചകൾ നടക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇറാൻ തള്ളിക്കളയുകയാണ്. അത് പപ്പാടെ തള്ളിക്കളയുകയാണ്. സൈനിക ഭീഷണികൾക്കൊപ്പമുള്ള നയതന്ത്രം ഫലപ്രദമാകില്ല എന്നായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം. ചർച്ചകൾ നടക്കണമെങ്കിൽ ഭീഷണിയും യുക്തിരഹിതമായ ആവശ്യങ്ങളും പിൻവലിക്കണമെന്നും ഇറാൻ വ്യക്തമാക്കി. അതായത് ഭീഷണിയിലൂടെ എന്തു കാര്യവും സാധിച്ചെടുക്കാമെന്ന ട്രംപിന്റെ നിലപാടിനോട് യോജിക്കാൻ ഇറാൻ ഇപ്പോഴും തയ്യാറല്ല. ഇതോടെ പശ്ചിമേഷ്യ ആകെ യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകയുകയാണെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാവുകയാണ്. സർക്കാരിന്റെ അടിച്ചമർത്തലിനെതിരെ പ്രതിഷേധം നടത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും മനുഷ്യാവകാശ പ്രവർത്തകരുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ തന്നെ 6200-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ അയൽ രാജ്യങ്ങളുടെ മണ്ണോ അവകാശമോ ജലപാതയോ ഉപയോഗിച്ചാൽ അവരെ ശത്രുക്കളായി കാണുമെന്നാണ് IRGC കമാൻഡർ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാനാവില്ല എന്ന് UAEയും സൗദിയും വ്യക്തമാക്കിയിരുന്നു. അപ്പൊ അവരവർ അവരുടെ നയം വ്യക്തമാക്കുമ്പോൾ ട്രംപ് ആക്രമണം എന്ന തന്റെ നയത്തിൽ നിന്നും പിന്നോട്ട് വീഴാൻ താല്പര്യമില്ല എന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഇറാൻ തീർച്ചയായും കൃത്യമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.